everyone. ഇന്ന് നമുക്ക് മോഡൽ ഓക്സിലറീസിനെ കുറിച്ച് പഠിക്കാം. ഏതൊക്കെയാണ് മോഡൽ ഓക്സിലറീസ്? അറിയോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞുതരാം. മോഡൽ ഓക്സിലറീസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് can, could. Second one is shall, should. Third one is will, would. Fourth one is may, might. Fifth one is must, ought to. ഏതൊക്കെയാണ് മോഡൽ ഓക്സിലറീസ്? എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നിങ്ങൾ. ക്യാൻ, കുഡ്, ഷാൾ, ഷുഡ്, വിൽ, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ought to. Once more repeating. Can, could, shall, should, will, would, may, might, must, ought to. ഓക്സിലറീസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൽ നമ്മൾ വെർബിൻ്റെ കൂടെ അതിൻ്റെ ബേസ് ഫോമാണ് യൂസ് ചെയ്യുക. എന്ത് ഫോമാണ്? വെർബിൻ്റെ ബേസ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് മോഡൽ ഓക്സിലറീസ് ക്യാൻ കഴിഞ്ഞ് വരുന്ന പ്രവൃത്തി വെർബ് ഏതാണ്? റണ്ണാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റണ്ണെന്ന് മാത്രമാണ് ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ റണ്ണിടുന്നോ റൺസെന്നോ റണ്ണിങ്ങോ ഒന്നും ഉപയോഗിക്കില്ല. മോഡൽ ഓക്സിലറീസിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ഘടകം എന്ന് പറയുന്നതാണ് എന്താണ്? ബേസ് ഫോം, വെർബിൻ്റെ ബേസ് ഫോം മാത്രമാണ് ഉപയോഗിക്കുക. INGO വെർബിൻ്റെ കൂടെ INGO എസ്സോ നമ്മൾ ഹിയും ഷിയും ഇറ്റൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ വെർബിൻ്റെ കൂടെ എന്ത് ചേർക്കും? നമ്മൾ എസ് ചേർക്കും അല്ലേ? പക്ഷേ മോഡൽ ഓക്സിലറീസിൻ്റെ വെർബിൻ്റെ കൂടെ എസ്സോ ഇഡിയോ INGO ഒന്നും ചേർക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മനസ്സിലായി. വെർബിൻ്റെ ഏത് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക? ബേസ് ഫോമാണ് ഉപയോഗിക്കുക. മോഡൽ ഓക്സിലറീസിലെ വെർബിൻ്റെ ബേസ് ഫോമാണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരെണ്ണം പറയണം. ഐ ക്യാൻ ജംപ്. എനിക്ക് ചാടാൻ കഴിയും. ക്യാൻ ജമ്പ്. ക്യാൻ എന്താണ്? ഓക്സിലറീസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വെർബ്? ജമ്പ് എന്നാണ്. ജമ്പ് എന്ന് എഴുതിയായില്ല. ജമ്പിങ് എന്ന് എഴുതണ്ട, ജംപ്സ് ഒന്നും എഴുതണ്ട. വേറെ പോയിന്റ് നോക്കാം. ഷീ ക്യാൻ റൺ. റണ്ണെന്ന് മാത്രം മതി. റൺസ് എന്നോ റണ്ണിങ് എന്നോ ഒന്നും വേണ്ട കേട്ടോ. വേറെ പോയിന്റ് നോക്കാം. ഇറ്റ് മേ റെയിൻ ടുഡേ. മേ ഓക്സിലറി റെയിൻ. റെയിൻസ് എന്ന് വെച്ചാൽ ഇല്ല. റെയിൻഡ് എന്ന് വെച്ചാൽ ഇല്ല. റെയിനിങ് എന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ ഓക്സിലറി കഴിഞ്ഞ് നമ്മൾ വെർബിൻ്റെ ബേസ് ഫോം നമ്മൾ ചേർക്കണം. ഒരെണ്ണം കൂടി നോക്കാം നമുക്ക്. ഐ വിൽ ഹെൽപ്പ് യു. ഇപ്പോൾ നമ്മൾ ഹെൽപ്ഡ് എന്ന് പറയില്ലേ? ഇവിടെ ഹെൽപ്ഡ് വെച്ചിട്ടുണ്ട്. ഇല്ല. വിൽ ഓക്സിലറി ആണ്. ഓക്സിലറി കഴിഞ്ഞിട്ട് നമ്മൾ വെർബിൻ്റെ എന്ത് ഫോം വെച്ചു? ബേസ് ഫോം വെച്ചു. ഹെൽപ്പ് മാത്രമേ വെച്ചിട്ടുള്ള, ഹെൽപ്ഡ് എന്ന് വെച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കില്ല? ING ഉപയോഗിക്കില്ല. വെർബ് കഴിഞ്ഞിട്ട് ING ഉപയോഗിക്കില്ല. എസ് ഫോം ചേർക്കില്ല. ED ഫോം ചേർക്കില്ല. നോട്ട് യൂസ് ഇതൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. വെർബിൻ്റെ കൂടെ ഉപയോഗിക്കില്ല. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഇപ്പോൾ മോഡൽ ഓക്സിലറീസ് ഒന്നും കൂടി നമുക്ക് പറയാം. ഏതൊക്കെയാണ് മോഡൽ ഓക്സിലറീസ്? ക്യാൻ, കുഡ്, ഷാൾ, ഷുഡ്, വിൽ, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ought to. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? വെർബിൻ്റെ ബേസ് ഫോമാണ് നമ്മൾ ചേർക്കുക. ഹീഡ് ഷീഡ് ഇതിൻ്റെ കൂടെ ഒന്നും നമ്മൾ ഹീ വന്നെന്ന് വിചാരിച്ചിട്ട് വെർബിൻ്റെ കൂടെ എസ് ചേർക്കാൻ പാടില്ല. പിന്നെ ING ഫോം ചേർക്കാൻ പാടില്ല. ED ഫോം ചേർക്കാൻ പാടില്ല. ബേസ് ഫോം മാത്രമാണ് നമ്മൾ ചേർക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Okay.